ചില ആളുകളുണ്ടല്ലേ, അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുകയും അവരുടെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും നിങ്ങളിൽ കൊടുന്ന് ഇറക്കി വെക്കുകയും എന്നിട്ട് മനസ്സിന് സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്ന ചില ആളുകൾ. ഇവരോട് നിങ്ങളുടെ സങ്കടങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിച്ചാൽ നീ അത് വിട്, അല്ലെങ്കിൽ നീ അത് ഒഴിവാക്ക്, നീ അത് തലക്കെടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മിനിമം നിങ്ങളുടെ ആ വിഷമം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാത്ത ചില ആളുകൾ. ഇതിനെ ഇമോഷണൽ സെൽഫിഷ്നെസ്, അതല്ലെങ്കിൽ ഇമോഷണൽ ഡംപിങ് എന്ന് പറയും. ഇത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ വ്യക്തികളും ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്ന, നിങ്ങൾ സമാധാനം കണ്ടെത്തുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സ്ഥലമില്ലേ, അത് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളും തിരിച്ച് ഈ വ്യക്തികളെ ഒന്ന് കേൾക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിലൊക്കെ ഇത്തരം രീതിയിൽ ഇമോഷണൽ സെൽഫിഷ്നെസ്, അതല്ലെങ്കിൽ ഇമോഷണൽ ഡംപിങ് കാണിക്കുന്ന അത്തരം പേഴ്സണാലിറ്റിയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മെല്ലെ മെല്ലെ അവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും നിങ്ങളുടെ സമാധാനത്തെയും സംരക്ഷിക്കും.